കാസർഗോഡ് പട്ടാപ്പകൽ ബസ്സിൽ നിന്നും യാത്രക്കാരിയുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പയ്യന്നൂർ സ്വദേശിനി ഉദയമ്മയുടെ ബാഗിൽ നിന്നാണ് ആഭരണങ്ങൾ കവർന്നത്. പയ്യന്നൂരിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട്ടെത്തിയ സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. മോഷ്ടാവിന്റെ ദൃശ്യം ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഈ കാസർഗോഡ് പതിവായി മോഷണവും കവർച്ചയും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ബസ്സിൽ സാധാരണ ബൈക്കിലെത്തിയാണ് ആളുകൾ ഈ ആഭരണങ്ങൾ കവരുന്ന സംഭവങ്ങളൊക്കെ ഈ സമീപകാലത്ത് നിരവധി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ബസ്സിലും ഈ കള്ളന്മാരുടെ ശല്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നൊരു സംഭവം തന്നെയല്ലേ ഇത്? ടോമെ, തീർച്ചയായും ഇന്നലെ മാത്രം 2 കവർച്ചാ കേസുകളാണ് കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. അതിലേറ്റവും പ്രധാനം ടോം സൂചിപ്പിച്ച ബസ്സിനകത്തുണ്ടായ കവർച്ച തന്നെയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് മുഖം അത്ര വ്യക്തമല്ല. പക്ഷേ ഈ മാല കവർന്നത്, ഇവർ തന്ത്രപരമായി മാല കവർന്നത് ഈ CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. ഏതായാലും പോലീസ് ഈ ദൃശ്യം ശേഖരിച്ച് ഇത് പരിശോധിച്ച് പ്രതിയെ പിടികൂടാനുള്ള ഒരു ഒരുക്കമാണ്. ഏതായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ കവർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നീലേശ്വരം ചെറുപ്പുറത്തും ഒരു കവർച്ച നടന്നു. അതിന്റെയും CCTV ദൃശ്യം ലഭിച്ചിരുന്നു. അതിൽ നിന്നും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും രവീന്ദ്രൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ നിന്നും 20 പവൻ സ്വർണവും 15,000 രൂപയുമാണ് കവർച്ച നടത്തിയത്. ഈ കേസിലെ പ്രതിയെ കൊട്ടാരക്കര സ്വദേശി അഭിരാജാണ്. ഇയാളെ കോഴിക്കോട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് പിടികൂടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിരവധി കവർച്ചാ കേസുകൾ കഴിഞ്ഞ അറിയേണ്ടത് കാസർഗോഡ് നീലേശ്വരത്തെ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തുക, അത് 20 പവൻ സ്വർണം തട്ടിയെടുക്കുക. കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള ഈ അഭിരാജ് എങ്ങനെയാണ് ഈ നീലേശ്വരത്ത് എത്തിയത്? ഈ കവർച്ചയ്ക്ക് വേണ്ടി മാത്രമാണോ? ടോമെ, ഏറ്റവും പ്രധാനം ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുള്ളവരും കാസർഗോഡ് ജില്ലയിൽ തമ്പടിച്ച് കവർച്ച നടത്തുന്നതായുള്ള ഒരു വിവരം ഇന്റലിജൻസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുമുണ്ട്. അതായത് വീടുകളിൽ നിന്നും മാറി നിൽക്കുന്നവർ സ്വർണമോ വില കൂടിയ സംഭവങ്ങളോ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. മാത്രമല്ല, ഈ ബൈക്കിൽ എത്തി മാല മോഷ്ടിക്കുന്ന സംഭവം ഇപ്പോൾ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതികളെ പിടികൂടിയാൽ പിന്നീടും ഇത്തരം കേസുകൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ കൂടുതൽ സംഘങ്ങൾ ഇത്തരം കവർച്ചകൾക്ക് പിന്നിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിൽ പുറത്ത് ഇറങ്ങുന്നവർ ആഭരണങ്ങളും മറ്റും സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൽ വലിയ ശ്രദ്ധ ഉണ്ടാകണം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ ഹോസ്ദുർഗ് പോലീസ് ഉൾപ്പെടെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത്തരം കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബൈക്കിലെത്തി മാല തട്ടിപ്പറിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇത് പലതും ഹെൽമറ്റ് ധരിച്ച് ഈ ബൈക്കുകളിൽ എത്തുന്നതുകൊണ്ട് തന്നെ പ്രതികളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. 10, 12, 13 കേസുകളാണ് ഈ പ്രതിയെ പിടികൂടുമ്പോഴേക്കും ഇവർക്കെതിരെ ഉണ്ടാകുന്നത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്കയിടയാക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അഭിരാജ് കൊട്ടാരക്കര സ്വദേശിയാണ് കാസർഗോഡ് വന്ന് ഇത്തരത്തിലുള്ളൊരു കവർച്ച നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നതും. എന്തായാലും ഇവിടുന്ന് 20 പവൻ സ്വർണം ഇയാൾ മോഷ്ടിച്ചിരുന്നു. ആ സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അഭിരാജ് ഈ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ കൃത്യമായി ഈ വീട് നിരീക്ഷിച്ചിരുന്നു. വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൂളായിട്ടാണ് വീടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതും തിരികെ മോഷ്ടിച്ച് മടങ്ങിപ്പോകുന്നതുമൊക്കെ. അതായത് നമുക്ക് ഇയാളുടെ രീതി മനസ്സിലാക്കുമ്പോൾ ഈ അഭിരാജ് ഒരു സ്ഥിരം ഒരു മോഷ്ടാവാണ് എന്ന് തന്നെ കരുതേണ്ടതല്ലേ? തീർച്ചയായും ടോമെ, ഇയാളുടെ ശരീരഭാഷ കണ്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഒരു വീട്ടുകാരനെ പോലെയാണ് ഇയാൾ ഈ ദൃശ്യങ്ങളിൽ ഈ കവർച്ച നടത്താനായി വീട്ടിലേക്ക് പോകുന്ന ദൃശ്യത്തിൽ കാണുന്നത്. അത്തരത്തിലെത്തി കൃത്യമായി കവർച്ച നടത്തി ഇവിടെ സ്വർണം ഈ വീട്ടിനകത്ത് സ്വർണ്ണമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പരം. ഏതായാലും ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കെതിരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അത് ഏതായാലും ഇയാളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കവർച്ച ഇയാൾ നടത്താൻ
ശ്രമം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും പിടികൂടിയ പ്രതിയും അത്തരത്തിലായിരുന്നു. ഇയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കവർച്ച ഇത്തരത്തിൽ മോഷണ സംഭവങ്ങളിലേക്ക് നീങ്ങിയെന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്നും അയാൾ വ്യക്തമാക്കിയിരുന്നത്. അത് ബൈക്കിലെത്തി ഇത്തരത്തിൽ മാല തട്ടിപ്പറിച്ച ഒരാളായിരുന്നു. ഇയാൾക്കെതിരെ 12ഓളം കേസുകളാണ് ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ബദിയെടുക്ക പോലീസ് സ്റ്റേഷനിൽ മാത്രം 4 കേസുകളാണ് ബൈക്കിലെത്തി മാല തട്ടിപ്പറിക്കുന്ന സംഭവം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും 10ഉം 12ഉം കേസുകൾ ആവുമ്പോഴാണ് ഇവർ പിടിയിലാകുന്നതാണ്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഏറ്റവും ഒടുവിൽ പിടിയിലാകുന്നു. പക്ഷേ ഇവർ കസ്റ്റഡിയിലായാലും മറ്റ് സംഘങ്ങൾ ഇത്തരത്തിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഏതായാലും ദിവസവും 2 കേസ് വീതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സ്വർണ്ണമാണ് കാര്യം. കാസർകോട്ടെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇതര സംസ്ഥാനക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ കവർച്ചാ സംഘങ്ങളും മോഷണം ലക്ഷ്യമിട്ട് കാസർകോട്ടെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന വിവരമുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് നാട്ടുകാർക്ക് നൽകുന്നത്. കൊച്ചിയിൽ